നമസ്കാരം. കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിന്ന നാളുകളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയത്. മഹാമാരിയുടെ വ്യാപനം കുറയുന്ന ഈ ഘട്ടത്തിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം CMS ന്യൂസിൻ്റെ സംപ്രേഷണം തുടരുകയാണ്. CMS ന്യൂസിൻ്റെ മലയാള പതിപ്പിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് വിഭാഗം മേധാവി സിനി റേച്ചൽ മാത്യു പുതിയ വൈസ് പ്രിൻസിപ്പൽ. CMS കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായി ഇംഗ്ലീഷ് വിഭാഗം മേധാവി സിനി റേച്ചൽ മാത്യു ചുമതലയേറ്റു. ഡോക്ടർ മിനി ചാക്കോ വിരമിച്ചതിനെ തുടർന്നാണ് ചുമതലയേറ്റത്. 1995 CMS കോളേജിൽ അധ്യാപികയായ സിനി റേച്ചൽ മാത്യു 2017 മുതൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയാണ്. സൗരോർജ്ജ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. കോളേജിൻ്റെ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായി സൗരോർജ്ജ പദ്ധതിയുടെ ഭാഗമായി മാറുന്നതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. കോളേജിൻ്റെ മാനേജരും CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പുമായ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 80 സോളാർ പാനലുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചത്. കോളേജ് ഓഫീസും മാക്സ് മലയാളം ബ്ലോക്കുമാണ് സൗരോർജ്ജ പദ്ധതിക്ക് കീഴിൽ നിലവിൽ വൈദ്യുതീകരിച്ചത്. ഡിജിറ്റൽ ആവാൻ CMS. ഡിജിറ്റൽ ക്യാമ്പസ് എന്ന ആശയം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് CMS കോളേജ്. കോളേജിലെ വഴികളും ഡിപ്പാർട്ട്മെൻറ്റുകളും GPS സംവിധാനത്തോടെ ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 8 പ്രധാന പോയിന്റുകളിലാണ് ആദ്യഘട്ടത്തിൽ GPS സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യതയുടെ അടിസ്ഥാനത്തിൽ പിഴവുകൾ പരിഹരിച്ച് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കും. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥി. CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥി MP ജാബിർ ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത നേടി. 400 മീറ്റർ ഹർഡിൽസ് പുരുഷ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ഈ മലപ്പുറംകാരൻ. ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായ ജാബിർ 2017ലെയും 2018ലെയും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ വെങ്കല മെഡൽ ജേതാവായിരുന്നു. 2015 BA ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥി ആയിരുന്ന ജാബിറിന് പഠനത്തിനിടയിൽ തന്നെ ഇന്ത്യൻ നേവിയിൽ നിയമനം ലഭിച്ചിരുന്നു. മലപ്പുറത്തു നിന്നും മെച്ചപ്പെട്ട പരിശീലനം തേടിയാണ് ജാബിർ കോട്ടയത്തെത്തുന്നത്. നെഹ്റു സ്റ്റേഡിയത്തിലും CMS കോളേജ് ഗ്രൗണ്ടിലുമായിരുന്നു പരിശീലനങ്ങളൊക്കെയും. സ്ഥിരോത്സാഹനവും കഠിന പ്രയത്നവും ജാബീറിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ടെന്നും ഒളിമ്പിന് വഴിയൊരുക്കിയതിൽ കോളേജിനും അഭിമാനിക്കാമെന്നും കോളേജിലെ കായിക അധ്യാപകൻ ഡോക്ടർ ചാൾസ് എ ജോസഫ് പറഞ്ഞു. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി കോളേജ് ഡോക്യുമെൻ്ററി. ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫ് ഡോക്യുമെൻ്ററീസ് ആൻഡ് ഷോർട്ട് ഫീച്ചേഴ്സിൻ്റെ 14ാമത് ദേശീയ മത്സരമായ സയൻസ് 2021 CMS കോളേജിൻ്റെ ചരിത്രം വെളിവാക്കുന്ന ക്രാഡിൽ ഓഫ് മോഡേണിറ്റി ദ സ്റ്റോറി ഓഫ് CMS കോളേജ് എന്ന ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവയുടെ തിരക്കഥയിൽ ജോഷി മാത്യു സംവിധാനം നിർവഹിച്ച 28 മിനിറ്റോളം ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി കോളേജിൻ്റെ ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. സ്കോളർഷിപ്പ് നേട്ടത്തോടെ PhD പ്രവേശനം നേടി വിദ്യാർത്ഥികൾ. MSc കെമിസ്ട്രി 2020 ബാച്ചിലെ ജിബിൻ SS-ന് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ നോർത്ത് കാരോളിന സർവകലാശാലയിൽ PhD പ്രവേശനത്തിനോടൊപ്പം 91 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും 19 ലക്ഷം രൂപയുടെ ഫീസ് ഇളവും ലഭിച്ചു. MSc അപ്ലൈഡ് കെമിസ്ട്രി വിദ്യാർത്ഥിനി കാവ്യ വിദ്യാധരന് ഇസ്രായേൽ ഏരിയൽ യൂണിവേഴ്സിറ്റിയിൽ 55 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പോടെ PhD പ്രവേശനം ലഭിച്ചു. MSc കെമിസ്ട്രി 2020 ബാച്ചിലെ 3 വിദ്യാർത്ഥികൾ അമേരിക്കയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ PhD പ്രവേശനം നേടിയിരുന്നു. സംസ്ഥാനം വീണ്ടും ലോക്ക്ഡൗണിലേക്ക് കടന്ന സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടത് സഹിഷ്ണുത കൊണ്ടാണെന്ന റോമൻ കവി വെർജിലിനെ ഉദ്ധരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തണമെന്നും സങ്കടങ്ങളും പ്രയാസങ്ങളും അധ്യാപകരോട് പങ്കുവയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ക്ഡൗണിൽ വിവിധ മത്സരങ്ങളൊരുക്കി CMS. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുവാനും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുവാനും CMS കോളേജിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. റിവൈവ്, റീബൂട്ട്, റീഫ്രഷ് എന്ന പേരിൽ മെയ് 11 മുതൽ 17 വരെ ഓൺലൈനായാണ് മത്സരങ്ങൾ നടത്തിയത്. ഓരോ ദിനവും ഓരോ ചലഞ്ച് എന്ന രീതിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ചിത്രരചന, പാചക മത്സരം, ഫോട്ടോഗ്രഫി മത്സരം, കോളേജിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കൽ, പുഞ്ചിരി മത്സരം, പുസ്തക ചലച്ചിത്ര നിരൂപണം തുടങ്ങിയവ ഓരോ ദിനങ്ങളിലായി നടത്തി. മാനസികാരോഗ്യത്തോടൊപ്പം ശാരീരികാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമാക്കി കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പെൺകുട്ടികൾക്കായി സ്ക്വാഡ് ചലഞ്ചും ആൺകുട്ടികൾക്കായി പുഷപ്പ് ചലഞ്ചും ഏർപ്പെടുത്തി. പരീക്ഷകൾ ആരംഭിച്ചു.
UG 6ാം സെമസ്റ്ററിൻ്റെയും PG 1ാം സെമസ്റ്ററിൻ്റെയും പരീക്ഷകൾ ജൂലൈ 5-ന് ആരംഭിച്ചു. ജൈവ കൃഷി പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് പ്രൊഫസർ വിജോ തോമസ് കുര്യൻ. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിരിക്കുന്ന മൂക്ക് ഓൺ ഓർഗാനിക് ഫാമിങ്ങിന്റെ ഭാഗമായി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വിജോ തോമസ് കുര്യൻ ജൈവ കൃഷി പരിചയപ്പെടുത്തി. ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ഗുണമേന്മയോടുകൂടി ജൈവ കൃഷി എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം എന്നതായിരുന്നു വിഷയം. കോവിഡ് 2ാം തരംഗത്തിന്റെ സാഹചര്യത്തിൽ വീടുകളിലായിരിക്കുന്ന വിദ്യാർത്ഥികളിൽ മാനസികവും ശാരീരികവുമായ ഉല്ലാസം കണ്ടെത്തുവാൻ ജൈവ കൃഷി സഹായകമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേറ്റന്റ് നേടി ഡോക്ടർ ജിനു ജോൺ. ബയോടെക്നോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിനു ജോൺ ഫുൾ സ്പെക്ട്രം ഹെർബൽ എക്സ്ട്രാക്ട്സിൽ പേറ്റന്റ് നേടി. വിഷജൈവ ലായകങ്ങളിൽ നിന്നും മുക്തമായി ഫലപ്രദവും പരിസ്ഥിതി സൗഹൃദവുമായ പുതിയ പദ്ധതിയാണ് ഈ പ്രക്രിയ അവതരിപ്പിക്കുന്നത്. നോബൽ ജേതാവ് ഇച്ചി നഗേഷി അന്തരിച്ചു. ജാപ്പനീസ് രസതന്ത്രശാസ്ത്രജ്ഞനും നൊബേൽ ജേതാവുമായ ഇച്ചി നഗേഷി അന്തരിച്ചു. 2016-ൽ CMS കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പലായ ബെഞ്ചമിൻ ബെയ്ലിയുടെ സ്മരണാർത്ഥം നടത്തുന്ന ബെഞ്ചമിൻ ബെയ്ലി സ്മാരക പ്രഭാഷണത്തിൽ പെർസ്യൂട്ട് ഓഫ് മൈ ഡ്രീംസ് ഫോർ ഹാഫ് എ സെഞ്ചുറി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വിവിധ വിഷയങ്ങളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗങ്ങളായി CMS കോളേജിലെ അധ്യാപകർ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വിവിധ വിഷയങ്ങളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് CMS കോളേജിലെ അധ്യാപകരെ തിരഞ്ഞെടുത്തു. സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ടിനു ഐപ്പ് ജേക്കബ്, സസ്യശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഡോക്ടർ എലിസബത്ത് ചെറിയാൻ, സുവോളജി വിഭാഗത്തിൽ നിന്നും ഡോക്ടർ പുഷ്പഗീത എസ്, സോഷ്യോളജി വിഭാഗത്തിൽ നിന്നും ഡോക്ടർ അമൃത റിനു എബ്രഹാം, ഹിന്ദി വിഭാഗത്തിൽ നിന്നും ഡോക്ടർ ഷിജ ഗ്രേസ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. ഡോക്ടർ പുഷ്പഗീത എസിനെ PG ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാനായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉപന്യാസ മത്സരത്തിൽ വിജയിയായി CMS കോളേജ് വിദ്യാർത്ഥി. അക്കാദമി ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് അഖില കേരളാടിസ്ഥാനത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ CMS കോളേജിലെ ദിവ്യ PS 2ാം സ്ഥാനം കരസ്ഥമാക്കി. വായനാവാരം ആഘോഷിച്ചു. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ച് CMS കോളേജ്. പുസ്തക അവലോകനം, പ്രസംഗം, കവിതാരചന തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത്. എല്ലാ വിഭാഗത്തിലെയും വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിജയിക്ക് ബമ്പർ പ്രൈസും ഒരുക്കിയിട്ടുണ്ട്. മലയാള വിഭാഗം സംഘടിപ്പിച്ച വായനാ ദിനാഘോഷം പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ആനന്ദൻ പൈതലേയൻ വായനയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഹൈസ്കൂൾ, +2 വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും കോളേജ് വിദ്യാർത്ഥികൾക്കായി പുസ്തക നിരൂപണ മത്സരവും സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. CMS കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു. സുവോളജി വിഭാഗം പ്ലാസ്റ്റിക് പൊല്യൂഷൻ വൈ ഇറ്റ് ഈസ് എ മേജർ കൺസേൺ എന്ന വിഷയത്തിൽ ജൂൺ 8-ന് വെബിനാർ സംഘടിപ്പിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി എൻവയോൺമെന്റ് സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബാബു വിഷയം അവതരിപ്പിച്ചു. ബോട്ടണി വിഭാഗം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്ന വിഷയത്തിൽ പോസ്റ്റർ രചനാ മത്സരവും സേവ് അവർ എർത്ത് എന്ന വിഷയത്തിൽ മുദ്രാവാക്യ രചനാ മത്സരവും സംഘടിപ്പിച്ചു. ബയോടെക്നോളജി വിഭാഗം റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ എന്ന പേരിൽ പരിപാടി നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ ഉദ്ഘാടനം ചെയ്തു. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 5-ന് ഓൺലൈനായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഹിസ്റ്ററി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇൻക്രെഡിബിൾ മെമ്മോയേഴ്സ് എന്ന പരിപാടി കോളേജുമായി ബന്ധപ്പെട്ട് ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വിദ്യാർത്ഥികൾക്ക് വേദിയൊരുക്കി. ഇന്റർ കോളേജിയേറ്റ് ഫോട്ടോഗ്രഫി മത്സരം നടത്തി. ജൂൺ 15 നേച്ചർ ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ചിത്ര മത്സരം ഇക്ഷാന സംഘടിപ്പിച്ചു. 150 എൻട്രികളിൽ നിന്ന് മികച്ച 25 ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് CMS കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥിയായ ഗിഫ്റ്റ് യേശുദാസ് പീറ്റർ, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ തുളസി എസ് എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. ഭക്ഷ്യസുരക്ഷാ ദിനം ആഘോഷിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സയൻസ് വിഭാഗം പരസ്യവാചക മത്സരം സംഘടിപ്പിച്ചു. ആരോഗ്യകരമായ നാളേക്ക് സുരക്ഷിതമായ ഭക്ഷണം എന്ന വിഷയത്തിലായിരുന്നു മത്സരം. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പരിപാടികൾ സംഘടിപ്പിച്ചു.
CMS കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ജൂൺ 7 മുതൽ 11 വരെ NAAC അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ പ്രോസസ് ഇൻ ദ റിവൈസ്ഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്കിന്റെ ഭാഗമായി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പരിപാടികൾ നടത്തി. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ ഊർജ്ജതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും IQACDനുമായ ഡോക്ടർ C. ജെയിംസ് നേതൃത്വം നൽകി. മീറ്റ് ദി സ്കോളറുമായി സാമ്പത്തിക ശാസ്ത്ര വിഭാഗം. സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റ് ദി സ്കോളർ പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായി കേരള ബഡ്ജറ്റ് 2021-22 എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന വിഷയത്തിൽ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ D. ധനുരാജ് സംസാരിച്ചു. ദി പാൻഡമിക് പ്രൊജക്ട് വീഡിയോ ഒരുക്കി വിദ്യാർത്ഥികൾ. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഒരുക്കിയ ദി പാൻഡമിക് പ്രൊജക്ട് എന്ന വീഡിയോ ശ്രദ്ധേയമായി. 17 വിഭാഗങ്ങളിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികൾ വീഡിയോയിൽ പങ്കാളികളായി. വീടുകളിൽ തന്നെയായി തുടരുന്നതിനാൽ ക്യാമ്പസ് ജീവിതം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയിലാണ് വിദ്യാർത്ഥികൾ. വീഡിയോ കോളിലൂടെ ഒത്തുചേരുകയും അനുഭവങ്ങൾ ഭാവങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും അത് പകർത്തി വീഡിയോയായി ചിത്രീകരിക്കുകയുമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഭാഷണ പരമ്പര ആരംഭിച്ചു. ബയോടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 18-ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാഷണ പരമ്പര ആരംഭിച്ചു. CMS കോളേജ് 2002-05 BSc ബാച്ചിലെ വിദ്യാർത്ഥിയും നിലവിൽ തിരുവനന്തപുരം ജ്യോതിദേവ്സ് പ്രമേഹ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ മീര കൃഷ്ണ B സംസാരിച്ചു. കോവിഡ് കാലത്തും സജീവമായി NSS. കോട്ടയം ജുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുമായി ചേർന്ന് ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഡേവിസ് ചിറമേൽ നിർവഹിച്ചു. മാതൃദിനത്തോടനുബന്ധിച്ച് മാതൃത്വം വിഷയമാക്കി ഇന്റർ കോളേജിയറ്റ് തലത്തിൽ വീഡിയോ മത്സരം സംഘടിപ്പിച്ചു. ആലുവ UC കോളേജ് വിദ്യാർത്ഥിയായ റോസ്മോൾ ജോസ് 1ാം സ്ഥാനവും CMS കോളേജ് വിദ്യാർത്ഥികളായ ഹരിത ഹരി, ജിജിൻ G. ദാസ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി ഓങ്കോളജി ഓഫീസർ ഡോക്ടർ അമൃത TS വെബിനാർ നയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്ലാന്റ് എ ലൈഫ് പരിപാടിയിലൂടെ വിവിധ ഇടങ്ങളിലായി 1000ഓളം മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ NSS യൂണിറ്റുമായി സഹകരിച്ച് ജൂൺ 17-ന് പെൺകുട്ടികൾക്കുണ്ടാകുന്ന വളർച്ചയെ സംബന്ധിച്ച വെബിനാർ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ എല്ലാ NSS വോളണ്ടിയർമാരും യോഗ പരിശീലിച്ചുകൊണ്ട് ദിനാചരണത്തിന്റെ ഭാഗമായി വായനാ വാരാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ബുക്ക് റിവ്യൂ വീഡിയോ കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. SLB LP സ്കൂളിലെ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പഠനം മുടങ്ങിയ 8 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി. ബ്രിഡ്ജ് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഫോണുകൾ കൈമാറിയത്. ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ലഹരി വിരുദ്ധ വാരാചരണമായി ആചരിക്കുകയും വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. റോൾ ഓഫ് യൂത്ത് ഇൻ ഡ്രഗ് എറാഡിക്കേഷൻ എന്ന വിഷയത്തിൽ നടത്തിയ വെബിനാറിൽ ജയിൽ DGP ആയ ഋഷിരാജ് സിംഗ് IPS മുഖ്യാതിഥിയായി. ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, മുദ്രാവാക്യരചന എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികളിലെ അമിതമായ ലഹരി ഉപയോഗം കാണിക്കുന്ന ഷോർട്ട് വീഡിയോയും ശ്രദ്ധേയമായി. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ വായിച്ചത് അഞ്ജലി ജോബി.